ഗായ്സ്, ഇന്ന് നമുക്ക് വെണ്ട വിഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? എങ്ങനെയാണെന്ന് നോക്കാം. വാ ഗായ്സ്. വെണ്ട കഴുകി വൃത്തിയാക്കി എടുത്ത് നീളത്തിലരിഞ്ഞതാട്ടോ. പച്ചമുളക്, സവാള, ഉപ്പോട് ചേർക്കണേ. എനിക്കിങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. നീളത്തിലരിഞ്ഞിട്ട് അപ്പോൾ അതിനകത്തൊക്കെ ഉപ്പും എരിവൊക്കെ പിടിക്കും. ചട്ടി വെക്കാം. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ പ്രത്യേക ഒരു രസമാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി കഴിഞ്ഞ് ഒരു വറ്റൽമുളക് ഇങ്ങനെ മുറിച്ചിടാം. അത് കഴിഞ്ഞ് സവാള ഇട്ട് ഇളക്കാം. ഒന്ന് ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. ഒന്ന് മീഡിയം ആകുമ്പോഴത്തേക്ക് നമുക്ക് വെണ്ട ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി ആവിയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് ഇളക്കി എടുക്കാം. നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വലുതായിട്ട് ഒട്ടുമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കൂട്ടിച്ചേർന്നൊന്നും ഇരിക്കില്ല. നല്ല അങ്ങനെ കുഴയാണ്ട് തന്നെ കിട്ടും നമുക്ക്. അതിൻ്റെ കൂടെ അയില പൊരിക്കാം. അയില പൊരിച്ചതും ചോറും വെണ്ട ഉപ്പേരിയും അയിലക്കറിയാണ് ഇന്നത്തെ. അപ്പം ഓക്കെ ഗായ്സ്, എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.